ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് രാവിലെ ഇരുന്ന് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മളിതൊരു ദിവസം എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ പാവൽ പാവിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കിളിച്ച്, അപ്പോൾ ഞാനൊരു വേറെ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അതിന് താങ്ങ് കൊടുക്കാനായിട്ടുള്ള വെപ്രാളത്തിലാണ്. കെട്ടുന്ന അനുസരിച്ച് തുണി ആയതുകൊണ്ട് കെട്ടുന്ന അനുസരിച്ച് ഞാൻ നല്ല മുറുക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പൊട്ടി പൊട്ടി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുവിധം കമ്പിനകത്തൊക്കെ അതൊക്കെ ചുറ്റിയെടുത്ത് ഞാനൊന്ന് അവർക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത്, കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതാണ് ഞാൻ ജനലിലും നമ്മളെ ആ ഒരു ബാൽക്കണിയുടെ ആ ഒരു കമ്പിക്കകത്തൂടെ വെച്ചിട്ട് വള്ളി കെട്ടിയിട്ട് ഒരു പന്തൽ പോലെ ഒന്ന് കെട്ടിക്കൊടുത്ത്. പക്ഷേ വെയിറ്റ് വരുമ്പോൾ താഴോട്ട് വരും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റേഷൻ കടയിൽ പോകണമായിരുന്നു. നമ്മൾ ഈ എല്ലാവരുടെയും ആധാർ ലിങ്ക് ചെയ്യിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റേഷൻ കടയിലോട്ട് പോയി. അങ്ങനെ പിന്നെ ഫോൺ ചാർജ് ചെയ്യണമായിരുന്നു. മെസ്സേജ് വല്ലതും വന്നാൽ നമ്മൾ OTP അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തേക്കുന്ന നമ്പറിൽ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മളെ സ്കൂളിൻ്റെ അടുത്ത് MSM സ്കൂളിൻ്റെ അടുത്ത് ഇറങ്ങി. പിള്ളേരൊക്കെ ആ സ്കൂളിൽ പോകുന്ന ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. അങ്ങ് നേരെ പോകുന്ന ആ ഒരു അവിടെയാണ് സ്കൂളിൻ്റെ മെയിൻ വാതിൽ. ഇതെന്ന് പറയുന്നത് താഴെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം ഞങ്ങൾ താഴെ കൂടെ പോകുന്നത്. കാരണം ഞങ്ങളെയൊക്കെ വീട് ഈ വശത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കയറാനാണ് സ്കൂളിൽ എളുപ്പം. അപ്പം ഞങ്ങൾ ഇത്രയും നടന്നു വരത്തില്ല, ഞങ്ങൾ കയറുന്ന വഴിയാണ് ഇതിലേ കൂടെ വീടും ഇതിനടുത്ത് തന്നെ ആയിരുന്നു. അപ്പം ഇതിലേ കൂടെ നമ്മൾ താഴോട്ട് ചെന്ന് കയറുന്ന ആ വെള്ള പെയിൻ്റ് അടിച്ചതാണ് ഞങ്ങളുടെ സ്കൂൾ. അത് ഗ്രൗണ്ടിലാണ് ചെന്ന് കയറുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് നേരെ കയറിപ്പോവാം. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നു, ഈ വീട്ടിൽ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഈ വഴി പോകുന്നത് ആ വെള്ള പെയിൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അവനെ ക്ലാസ്സിൽ കണ്ടില്ലെങ്കിൽ വിചാരിച്ചോണം അവൻ ചായ കുടിക്കാൻ പോയെന്ന്. അവൻ 2 മണിയൊക്കെ ആകുമ്പോൾ അവൻ ചായ കുടിക്കാൻ പോകാറുണ്ട്. അന്ന് പിന്നെ വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഈ സ്കൂളിലോട്ട് വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന അവൻ്റെ ആ കാര്യമാണ്. പിന്നെ ഇത് നമ്മളെ UKG LKG വിഭാഗത്തിലെ അത് ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഈ വാതിലിലൂടെയാണ് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്നിത് വലിയ വാതിലായിരുന്നു. ഇത് ഗ്രൗണ്ട്, മേലോട്ട് ക്ലാസ്, അതിൻ്റെ സൈഡിൽ +1 +2 ക്ലാസ്സൊക്കെ, അത് മേലോട്ട് ഞങ്ങളുടെ 10 വരെയുള്ള കുട്ടികളുടെ ക്ലാസ്. LKG UKG ഗ്രൗണ്ടിന് താഴെ. ഇത് TTC വിഭാഗം. ഇപ്പോൾ ഇവിടെ TTC മാത്രമല്ല, അല്ലാതെ പഠിക്കുന്ന കൊച്ചുങ്ങളുടെ എന്തൊക്കെയോ ഇതുമുണ്ട്. മറ്റേ ഞങ്ങൾ പഠിക്കുമ്പോൾ TTC മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നിട്ടിട്ടാണ് നമ്മൾ റേഷൻ കടയിലോട്ട് വന്നത്. ഈ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് റേഷൻ കടയുള്ളത്. അപ്പോൾ അതാണ്ട് നമ്മുടെ പൊതുവിതരണ കേന്ദ്രത്തിലെത്തി. പക്ഷേ വിചാരിച്ച പോലെ തിരക്കൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പടപടാന്ന് കഴിഞ്ഞ് ഫോണിൻ്റെ OTPയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചാർജ് ചെയ്തു, ആ നമ്പറിൽ ചാർജ് ചെയ്തൊക്കെ ഇട്ടു ഞങ്ങൾ. പിന്നെ എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് മൂന്നാംകുറ്റിയിൽ വന്നിട്ട് നമ്മൾ സർദാർ സൂപ്പർ ഷോപ്പിൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു കടയുണ്ട്, അവിടെ കയറിയത്. മോൾക്ക് പരിപാടിയുണ്ട്, അപ്പോൾ അവൾക്ക് 1-2 സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ച് വീട്ടിൽ വന്നു. ഒന്നും കഴിക്കാതെ പോയിരുന്നത്. അപ്പം വന്നിട്ട് ദോശ ചുടുന്നതിൻ്റെ തിരക്കിലാണ്. ഞാൻ ദോശ ചുടുന്ന, ചേച്ചി ഓംപ്ലേറ്റ് മുട്ട പൊരിക്കുന്ന, അമ്മ അവിടെ നിന്ന് ചളുവ അടിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് പിന്നെ അതെല്ലാം ഞാൻ കഴുകി പറക്കി എടുത്ത് വെച്ച്. അന്ന് പഴഞ്ചോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് പോവുക ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതാണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി, പാത്രങ്ങളൊക്കെ കഴുകി, ഗ്യാസും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കി വെച്ച് പിന്നീട് അവിടെ എല്ലാം തുടച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ചൂടുവെള്ളമോ കട്ടൻ ചായ എന്തോ അമ്മ വെച്ചിട്ടുണ്ട്. അമ്മ വെച്ചതാണ്, ഞാൻ വെച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് അരി പിറ്റേന്ന് വൈകുന്നേരം ആട്ടാനുള്ള അരിയെല്ലാം എടുത്ത് കഴുകിയെല്ലാം വെച്ച്. അല്ലെ പിന്നീട് നമ്മൾ കഴിയുമ്പോൾ അരി പൊടിഞ്ഞു പോകും. അപ്പം ഇച്ചിരി നേരം ഞാൻ വെള്ളത്തിയിട്ടിട്ട് ഞാൻ അപ്പോഴേ കഴുകി വെക്കും. അപ്പോൾ നമുക്ക് ആട്ടാനും എളുപ്പമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ചേട്ടനും കൂടെ ഒന്ന് പുറത്തോട്ട് പോയിട്ട് ഒരാളെയും മേടിച്ചുകൊണ്ട് വന്നു. കുറേ വർഷങ്ങളായിട്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പുള്ളിക്കാരൻ. എല്ലാം കുറേ വർഷമായി. ഞങ്ങൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ പറയുന്നുണ്ട് ഇങ്ങനൊരു വിഗ്രഹം പോലെ മേടിക്കണം നമുക്ക് വിഷുവിനൊക്കെ ഒരുക്കാൻ. പക്ഷേ ഇതുവരെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സർദാർ സൂപ്പർ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഒരു ഉച്ചയായപ്പോൾ അമ്മ ചേട്ടനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി. മേടിച്ച മുഖത്തെ ചിരിയൊക്കെ കാരണം കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന അമ്മ മേടിക്കണമെന്ന്. അങ്ങനെ പിന്നെ അമ്മ ഞങ്ങൾക്ക് അയാളെ സെറ്റാക്കി തന്ന്. അപ്പം ഞാനൊരു സ്ഥലത്ത് അയാൾക്കും ഒരു സ്ഥലം ഒരുക്കി കൊടുത്ത് അങ്ങനെ അയാളെ അവിടെ ഇരുത്തി. പിന്നീട് ഉള്ള കാര്യമെന്ന് വെച്ചാൽ മുടി വെട്ടണമായിരുന്നു.
വേറൊന്നും കൊണ്ടല്ല, മുടി മൊത്തം പോയി. പൈപ്പിലെ വെള്ളമാണല്ലോ, കിണറ്റിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇവിടുത്തെ വെള്ളത്തിൽ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു 4 ദിവസമൊക്കെ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് തലയിൽ നല്ല അഴുക്കാവും, നമ്മൾ പുറത്ത് പോയിട്ടില്ലെങ്കിലും. പിന്നെ മുടി ഇങ്ങനെ പളർന്ന് പൊട്ടി, അത് നിർത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചേച്ചിയുടെ മുടിയാണ് വെട്ടാന്ന് കരുതിയത്. അപ്പോൾ ചേച്ചിയുടെ മുടി തുമ്പ് കുറച്ച് വെട്ടിയിടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 1-2 വർഷമായെന്ന് തോന്നുന്നു മുടി വെട്ടിയിട്ട്. അമ്മയാണ് ഞങ്ങൾക്ക് വെട്ടി തരുന്നത്. ഞങ്ങളങ്ങനെ പുറത്ത് പോയി വെട്ടാറില്ല, അമ്മ തന്നെ മുടി വെട്ടിയൊക്കെ സെറ്റാക്കി തരുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഒരു ചരിച്ചൊരു വി കട്ട് പോലെ അമ്മ വെട്ടിയിട്ടത്. അങ്ങനെ ചേച്ചിയുടെ മുടി വെട്ടി, അധികം വെട്ടിയില്ല, കുറച്ച് വെട്ടി. ആ തുമ്പ് കോല് പോലെ കിടന്നത് മൊത്തം അമ്മ അങ്ങ് വെട്ടിക്കളഞ്ഞ്. ഇതിന് മുന്നേ ചേച്ചിക്ക് നല്ല ഉള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചുരുണ്ട് കിടക്കാത്ത മുടിയാണ്, കമ്പി പോലെ ഇരിക്കും അതുപോലുള്ള. പക്ഷേ എൻ്റെത് ചുരുണ്ട മുടിയാണ്, പക്ഷേ ചേച്ചിയുടേത് ചുരുളാത്ത മുടി, എൻ്റെത് ചെറിയ ചുളുണ്ട്. അങ്ങനെ ഇതായിരുന്നു ചേച്ചിയുടെ ഫൈനൽ ലുക്ക് വെട്ടിക്കഴിഞ്ഞുള്ള. പിന്നീട് എൻ്റെ ഊഴമായിരുന്നു. എനിക്ക് മുടി ചീപ്പുമ്പോൾ ഈ ഉടക്ക് വരുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരും. ഇപ്പം പയ്യെ ചീപ്പുക. പിന്നെ അമ്മയും കട്ടി ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് എത്തുന്നുണ്ടായിരുന്നില്ല, ചേച്ചിക്ക് ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അങ്ങനെ പിന്നെ ചീപ്പി ഉടക്കൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ ചേച്ചിയുടെ മുടിക്ക് നല്ല കറുപ്പുമാണ്, നല്ല ഇതോ. പക്ഷേ എൻ്റെ മുടി ചെമ്പൻ മുടിയാണൊക്കെ ഇരിക്കുന്നത്, എത്ര എണ്ണ വെച്ചാലും ഇങ്ങനെ പറന്ന് നടക്കും. പിന്നീട് താഴ്ഭാഗം മൊത്തം മുടി പൊട്ടി പോയായിരുന്നു. താഴ്ഭാഗത്ത് കട്ടിയേ ഇല്ല, മേളിലുള്ള ആ ഒരു മൂടേ ഉള്ളൂ. ഇതിപ്പോൾ പറന്ന് കിടക്കുന്നതുകൊണ്ട് ആ ഒരു കട്ടി പോലെ തോന്നുന്നത്. ഇങ്ങനെ തുമ്പ് പിളർന്ന് വല്ലാണ്ടായിപ്പോയി. കുളിച്ചൊക്കെ കഴിയുമ്പം കോഴിയുടെ തൂവലിന് പിന്നെയും കട്ടിയുണ്ട്. അമ്മാതിരി അവസ്ഥയായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇച്ചിരി കയറ്റി വെച്ച് വെട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കയറ്റി വെട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. മറ്റേത് പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ ഒരുപാട് കയറ്റി വെച്ച് വെട്ടിയിടുമായിരുന്നു. അന്നും അമ്മ തന്നെ വെട്ടുന്നത്, ഇന്നും അമ്മ തന്നെ വെട്ടുന്നത്. പിന്നെ എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മുടി കിടക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെട്ടിയിട്ടേരണേന്ന് പറഞ്ഞ് ഇച്ചിരി കയറ്റി തന്നെ വെട്ടാൻ പറഞ്ഞു. അമ്മ അങ്ങനെ നോക്കിയപ്പോഴാണ് അത് വെട്ടിയെങ്കിലേ പറ്റൂ, അല്ലാതെ അത് കിളിച്ചാലും അത് ചത്ത മുടിയായിരിക്കും, അത് കിളിക്കത്തുമില്ല. മുടി പൊഴിച്ചിലാണെങ്കിൽ ചീപ്പുന്നതനുസരിച്ച് പൊഴിഞ്ഞ് വീട് നിറയെ മുടിയാണ്. അപ്പോൾ പിന്നെ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി പഴയ പോലെ കിളിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ കാരണം നമ്മളെ ഏജ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. പണ്ട് കിളിച്ച പോലെ ഇപ്പോഴും കിളിക്കുമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും ഉള്ള മുടി നല്ല വൃത്തിക്ക് ഇരിക്കട്ടെ എന്നും കരുതിയിട്ട് വെട്ടിയതാണ്. ഉള്ളത് ഇങ്ങനെ നമ്മൾ വെട്ടാതിരുന്നാലും അത് നശിച്ച് മേലോട്ട് കയറി നശിച്ചു പോകത്തേയുള്ളൂ. അതിനെക്കാട്ടി ഭേദം ഉള്ളത് നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കാമല്ലോ എന്ന് കരുതിയിട്ട് അത് നല്ലോണം വെട്ടി നീറ്റാക്കി. വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ലുക്ക് ഇതായിരുന്നു. പിന്നെ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല ഞങ്ങളെ മുടി വെട്ടിക്കളയുന്നത്. അപ്പോൾ ചമ്മയെ പള്ളു പറയും മുടി വെട്ടുന്നേനെ. അപ്പോൾ അതാണ്ട് മൂലയിൽ കിടക്കുന്ന ചേച്ചിയുടെ മുടി, ഇത് എൻ്റെ മുടി. ചേച്ചിയുടെ മുടി നല്ല കറുപ്പാണ്, എൻ്റെ മുടി ചെമ്പൻ മുടിയാണ്. അന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് ചേട്ടനും അമ്മയും വന്നപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് പൊരിപ്പ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ ഇട്ട് പൊരിപ്പൊക്കെ കഴിച്ചു. അപ്പം നമ്മളെ വീഡിയോസും നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.